ഒരു ഐസ്ക്രീം വരെ വീട്ടിൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തായാലേ അന്നൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയ എല്ലാവർക്കും ഗിഫ്റ്റായിട്ട് കിട്ടിയൊരു ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഇത് മറ്റേ ഗെയിമിന് അതിന് കിട്ടിയ ഒരു ഐസ്ക്രീം ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഐസ്ക്രീം നമ്മുടെ ഗബ്രി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും പറഞ്ഞു. എന്നാൽ ഗബ്രി പറഞ്ഞ് എടുക്കാൻ പാടില്ല, എൻ്റെ ചോദിച്ചെടുക്കേണ്ട ഐസ്ക്രീമാണെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചു. പക്ഷെ അത് ജാനു എടുത്തിട്ട് കഴിച്ചപ്പോഴത്തേക്കും ഗബ്രി ജസ്റ്റ് ചോദിച്ചിട്ട് എടുക്കാറുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഒരു സീൻ ഉണ്ടായി. പിന്നെ ജാനു അപ്പുറത്തെ ഫയർ, ഇപ്പുറത്തെ ഗബ്രി ഫയർ, അതിൻ്റെ അപ്പുറത്തെ അപ്സര ഫയറോട് ഫയർ. അവർ മൂന്നിരും മാറി എന്ന് കരച്ചില്ല. രണ്ടുപേരും ആദ്യം കരഞ്ഞ് മൂന്നാമത്തെ കരച്ചിൽ തുടങ്ങാൻ പോണ്. ആരുടെ ഇതുവരെ കരാതെ നമ്മുടെ ഗബ്രിയുടെ കരച്ചിൽ. ഗബ്രി കരയുമ്പോൾ കൂടെ ജാസ്മിൻ കരയുന്നു, പിന്നെ കരയോടെ കര. ഓക്കെ, ഒരു പരിധിയുണ്ട്. ഒരാൾ കരയുന്നില്ല, ഒരാൾ ഇമോഷൻസ് കാണിക്കുന്നില്ല, ഒരാൾ അയാളുടെ വീക്ക് സൈഡ് കാണിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾക്കെതിരെ എന്തും പറയാമെന്ന് വിചാരിക്കരുത്. എൻ്റെ ക്യാരക്ടറിനെ നിങ്ങളെല്ലാവരും കൂടി നാട്ടുകാരുടെ മുമ്പിൽ ഇവിടെയുള്ള എല്ലാവരും കൂടി എൻ്റെ ക്യാരക്ടറിനെ നാട്ടുകാരുടെ മുമ്പിൽ ഭക്ഷണം കൊടുക്കാത്തവൻ എന്നുള്ള രീതിയിൽ ചെയ്യാത്ത തെറ്റിന് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടില്ല പറഞ്ഞിട്ട് ഞാൻ പറയണ കേക്ക് അത് കേട്ടോണ്ടിരിക്കാനായിട്ട് അത്ര രസമൊന്നുമില്ല. എല്ലാ പ്രാവശ്യവും അവർക്ക് വിഷമമായിന്ന് മാത്രമേ ഉള്ളൂ. നീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. നീ പറഞ്ഞത് നിന്റെ ഭാഗമാണ്. നമുക്കത് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം. നീ പറഞ്ഞ മനസ്സിലായടാ ഗബ്രി. നീ റിയാക്ട് ചെയ്ത സമയം അത് വായിൽ വെക്കുന്ന സമയത്താണ് പറഞ്ഞത്. നീ നിന്റെ വിഷമം കൊണ്ട് പറഞ്ഞ മനസ്സിലായി. ഇറങ്ങിപ്പോയി. ഒൻപതാം ദിവസം വൈകിട്ട് 3:10. അവൻ വീടിനെല്ലാവരും റിയാക്ട് ചെയ്യുന്ന എൻ്റെ അടുത്തൂടെ ചേർത്തിട്ട് ഞാനെന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവാതിട്ടാണോ, അത് ഞാൻ പറയുന്നതിന്റെ കുഴപ്പമാണോ, എന്റെ തെറ്റാണോ, എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. അല്ലടാ, നീ സപ്പോർട്ട് ചെയ്യുമെന്ന് ചിലപ്പോൾ അതാണ് അവൻ പറയുന്നത് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടെ പറഞ്ഞു ഞാൻ അവനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. തെറ്റുണ്ട്, അത് നിനക്ക് മനസ്സിലായില്ല. നീ പറഞ്ഞു അവന്റെ മുകളിൽ തെറ്റല്ല. അവൻ കഴിക്കാൻ നേരത്തെ പറഞ്ഞത് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് വിഷമം വരും. പക്ഷെ കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റ് കഴുകി വെച്ചിട്ടല്ലല്ലോ പറയാൻ പറ്റും. അവൻ ജയിച്ച സാധനല്ലേടാ. അതല്ലടാ, ഇന്നലെ എത്ര പേര് കൊന്നു, പക്ഷെ എനിക്കും തന്നു. എല്ലാരും ഷെയറിംഗ് ചെയ്തു. അവൻ ഷെയർ ചെയ്തു, അവൻ ഷെയർ ചെയ്യാതിരുന്നില്ല. അവൻ കഴിക്കരുതെന്ന് പറഞ്ഞില്ലടാ. അതേടാ, ആക്ച്വലി അവൻ തെറ്റാണോ ശരിയാണോ, ഇതാണ് ഇപ്പം എല്ലാവർക്കും കൺഫ്യൂഷൻ. എന്താ അവസ്ഥ?